എന്നെ അറിഞ്ഞ് വിശ്വസിക്കാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ. എന്നിട്ടോ കർത്താവ് പറയുന്നു, എനിക്ക് മുൻപും പിൻപും മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അതെ, ഞാൻ തന്നെയാണ് കർത്താവ്. ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. വീണ്ടും അടിവരയിട്ട് പറയുന്നു, ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. നിന്റെ തെറ്റുകൾ തുടച്ചുമാറ്റുന്ന ദൈവം ഞാൻ തന്നെ. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. ഇസ്രായേലിൻ്റെ സൃഷ്ടാവും രാജാവും പരിശുദ്ധനും കർത്താവുമായ ഞാൻ ആരാണ്? കർത്താവ് നമ്മോട് ചോദിക്കുന്നു. സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനുമാണ്. ഭയപ്പെടേണ്ട, നിന്നെ പേര് ചൊല്ലി വിളിച്ച ദൈവം പറയുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ടാകും. വെള്ളം നിന്നെ മൂടിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ഞാൻ നിൻ്റെ ദൈവമായ രക്ഷകനും കർത്താവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. ഇങ്ങനെ നമ്മെ സ്നേഹിക്കുന്ന കർത്താവിനെ മറന്ന് നമ്മൾ പല തെറ്റുകളിലേക്കും ഉത്കണ്ഠയിലും നമ്മുടെ പ്രശ്നങ്ങളിലും മറ്റു ദൈവങ്ങളിലേക്ക് പോകാതെ നമ്മുടെ സത്യദൈവത്തെ നമുക്ക് ആരാധിക്കാം, നന്ദി പറയാം. അവൻ നമ്മെ രക്ഷിക്കും. ആമേൻ.